ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ലോകം രക്ഷപ്പെടണമെങ്കിൽ കുടുംബങ്ങൾ രക്ഷപ്പെടണം. കുടുംബങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ കുടുംബാംഗങ്ങള് അവരുടെ കടമകൾ മനസ്സിലാക്കി നിറവേറ്റണം. നമ്മുടെ കുടുംബം ദൈവത്തിൽ, ദൈവവചനത്തിൽ, സ്നേഹത്തിൽ, ഐക്യത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടും. ഈ ഒരു ചിന്ത തുടരാൻ നമ്മൾ മറ്റൊരു കാര്യം കൂടി പരിഗണിക്കാൻ പോവുകയാണ്. നമ്മുടെയൊക്കെ കുടുംബം മാതൃക നൽകുന്ന കുടുംബമാണോ, ദുർമാതൃക നൽകുന്ന കുടുംബമാണോ? വ്യക്തിപരമായിട്ടാണേലും കുടുംബാംഗങ്ങള് ഒരു കുടുംബത്തിലെ അംഗങ്ങളായിട്ട് വേണമെങ്കിൽ മാതൃക നൽകുന്നവരാകാം, വേണമെങ്കിൽ ദുർമാതൃക നൽകുന്നവരാകാം. ഞാൻ ബൈബിളിൽ നിന്നൊരു 5 കുടുംബങ്ങൾ വീതം, 5 കുടുംബങ്ങൾ ആദ്യം നമുക്ക് മാതൃക നൽകുന്ന കുടുംബങ്ങൾക്ക് മാതൃകയായിട്ട് എടുക്കാവുന്ന ഒരു 5 കുടുംബങ്ങൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കുടുംബമാണ് റൂത്തിന്റെ കുടുംബം. റൂത്തിന്റെ അമ്മായിയമ്മയാരായിരുന്നു? നവോമി. നവോമിയുടെ മരുമകളാണ് റൂത്ത്. റൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 16 മുതൽ മുമ്പോട്ടൊന്ന് വായിക്കണേ. പ്രത്യേകിച്ച് അമ്മായിയമ്മമാരുമായിട്ടൊക്കെ ചേർന്ന് പോകാത്തവരിതൊന്ന് വായിക്കുന്നത് നല്ലതാണ്. മരുമക്കളുമായിട്ട് ചേർന്ന് പോകാത്തവരിത് ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. ഇത് വായിച്ചാൽ പിന്നെ നിങ്ങള് അമ്മായിയമ്മ എന്ന് പറയത്തില്ല, അമ്മയെന്നേ പറയത്തുള്ളൂ. മരുമകളെന്ന് പറയത്തില്ല, എൻ്റെ മകള്. ഇവിടെ നമ്മൾ കാണുകയാണ് ഈ കുടുംബത്തിൽ ഒരുപാട് അനർത്ഥങ്ങൾ വന്നു. നവോമിയുടെ ഭർത്താവ് മരിച്ചു, മക്കള് മരിച്ചു. അങ്ങനെ വളരെ വേദനാജനകമായ ഒരവസ്ഥ. നവോമി റൂത്തിനെ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, മകളെ നീ പോയി രക്ഷപ്പെട്ടു, എൻ്റെ കൂടെ നിന്നാൽ നീയും വലിയ സഹനത്തിലൂടെ, നഷ്ടത്തിലൂടെ കടന്നു പോകും. നിനക്ക് ഇത്രയും പ്രായമല്ല ഉള്ളോ, നീ എവിടെ പോയാലും നിനക്ക് നല്ലൊരു കല്യാണമൊക്കെ കഴിച്ച് നിനക്ക് ജീവിക്കാൻ പറ്റും. എനിക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങൾ നിനക്ക് തരാനുള്ള ഒരു കഴിവെനിക്കില്ല. അതുകൊണ്ട് പ്ലീസ് എസ്കേപ്പ്, രക്ഷപ്പെട്ടോ. ഇന്നത്തെ പലരോടും പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ മനുഷ്യന്റെ കൂടെ നിന്ന് എൻ്റെ ജീവിതം കൂടെ കോഞ്ഞാട്ടയാവും. ഈ തള്ളയുടെ കൂടെ നിന്ന് എനിക്കൊരിക്കലും സമാധാനം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നമുക്ക് വേറെ വീട് മാറണം, നമുക്ക് വേണമെങ്കിൽ ഇവിടെ വിട്ടുപോകണം, അല്ലെ ഇവരെ ഇറക്കി വിടണം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലും ഒരുപാട് ഡിസ്കഷൻ നടക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കാണുകയാണ് തൻ്റെ സഹനത്തിന്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടോളാൻ പറഞ്ഞിട്ടും റൂത്ത് പറഞ്ഞൊരു കാര്യം, അമ്മേ എന്നോടമ്മ ഒരു കാര്യം മാത്രം പറയരുത്, ഇവിടുന്ന് അമ്മയെ വിട്ട് ഞാൻ പോയിട്ട് രക്ഷപ്പെടുന്ന കാര്യം വേണ്ട. എന്നിട്ട് റൂത്ത് പറയാണ്, അമ്മ ജീവിക്കുന്നിടത്ത് ഞാൻ ജീവിച്ചോളാം, അമ്മയുടെ പട്ടിണിയിൽ ഞാൻ പങ്കുചേർന്നോളാം, അമ്മയുടെ വേദനയിൽ ഞാൻ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തോളാം, അമ്മ മരിക്കുന്നിടത്ത് എനിക്ക് മരിക്കണം, അമ്മ അടക്കം ചെയ്യപ്പെടുന്നിടത്ത് എനിക്കും അടക്കം ചെയ്യപ്പെടണം. ഇങ്ങനത്തെ കുറെ മരുമക്കളുണ്ടായിരുന്നു. ഇങ്ങനെ പറയാൻ പറ്റുന്ന കുറച്ചു പേര് എന്തായിരുന്നേനെ ഈ ലോകത്തിന്റെ അവസ്ഥ. പ്രിയപ്പെട്ടവരെ, സ്വന്തം നേട്ടം നോക്കാതെ കണ്ട് മറ്റൊരാളെ അവരുടെ വേദനയിൽ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു മനോഭാവം, സഹാനുഭൂതി കാണിച്ചൊരു വ്യക്തി, അതാണ് റൂത്ത്. ഇതിന്റെയൊക്കെ പൊട്ടും പൊടിയെങ്കിലും നമുക്ക് വേണ്ടേ? നമ്മൾ അതിന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. രണ്ടാമതൊരു കുടുംബത്തെ കാണാൻ പറ്റും, ജോഷുവയുടെ കുടുംബം. ഒത്തിരി പേർക്ക് പറ്റുന്നത് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അവരെന്നാ ചെയ്യുന്നേ, അവര് പള്ളി പോകുന്നില്ലേ, പിന്നെ ഞാൻ എന്തിനാ പോണേ? അവര് മന്ത്രവാദം കൂടോത്രത്തിന് പോകുന്നുണ്ടോ, പിന്നെ ഞാൻ എന്തിനു പോകാതിരിക്കണം? ജോഷുവ 24:15 നമ്മളൊന്ന് വായിച്ച ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ടതാണ്. ജോഷുവ പറയുന്ന ഒരു കാര്യം, മറ്റുള്ളവരെങ്ങനെയും പോട്ടെ, അവര് വിശ്വാസത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നതോ, സ്വാർത്ഥമതികളായിട്ട് ജീവിക്കുന്നതോ, അവര് വേണമെങ്കിൽ ചൂഷണം നടത്തുന്നതോ എന്തുവാട്ടെ, അവര് ഉപവസിക്കുവോ ഉപവസിക്കാതിരിക്കുവോ എന്ത് ചെയ്യട്ടെ,
ഞാനൊരു കാര്യം തീരുമാനിച്ചു, അതെന്റെ കുടുംബാംഗങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് ജോഷുവ പറയുന്നൊരു കാര്യം, ഞാനും എൻ്റെ കുടുംബവും ദൈവത്തെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബവും ദൈവത്തെ സേവിക്കും. സേവിക്കണമെങ്കിൽ ദൈവത്തെ സ്നേഹിക്കണം. അത് ഞങ്ങൾ എടുത്ത ഒരു തീരുമാനമാണ്. ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ ഒന്നിച്ചാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഹൃദയത്തിന്റെ ഐക്യത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകുമായിരുന്നെങ്കിൽ എന്തുമാത്രം നേട്ടങ്ങള് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. സ്വർഗം തുറന്ന ദൈവം അനുഗ്രഹം വർഷിക്കുന്ന അനുഭവം നമുക്ക് ഉണ്ടാകാതിരിക്കുമോ? മൂന്നാമത്തേതാണ് തോബിത്തിന്റെ കുടുംബം. തോബിത്ത് 2-ാം അധ്യായം, 5-ാം അധ്യായം, 12-ാം അധ്യായം ഒക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബാംഗങ്ങളുടെ നന്മ തിരിച്ചറിയാൻ പറ്റും. 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പങ്കുവയ്ക്കുന്ന മനോഭാവം. തോബിത്ത് വിഭവസമർത്ഥമായൊരു സദ്യ കണ്ടപ്പം തോബിത്ത് ഉടനെ പറഞ്ഞു, മോനെ തോബിയാസെ, നീ പോയിട്ട് 1-2 ദരിദ്രരെ കണ്ടുപിടിച്ച് കൊണ്ടുവരിക, നമുക്കിതിലൊരു ഭാഗം അവരുമായിട്ട് പങ്കുവയ്ക്കാം. പങ്കുവയ്ക്കുന്ന മനോഭാവം. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, തോബിത്തിന് വലിയ അനർത്ഥങ്ങള്, ബുദ്ധിമുട്ടുകളെല്ലാം വന്ന് അവന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് അവന്റെ ഭാര്യയ്ക്ക് അയലോക്കത്ത് പോയി വീട്ടുപണി ചെയ്യേണ്ട ഗതികേട് വന്നു. എന്നിട്ടും തോബിത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, പട്ടിണി കിടക്കുവാണേലും കട്ടതൊന്നും വേണ്ട മോളെ, നീ ആടിനെ കൊണ്ടുവന്നത് എവിടുന്നെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണെങ്കിൽ നമുക്ക് വേണ്ട, നീ കൊണ്ട് തിരിച്ചു കൊടുക്ക. ഇന്ന് 4 തലമുറയ്ക്ക് അനുഭവിക്കാനുള്ളത് ഉണ്ടായിട്ടും ഏതെങ്കിലും വിധത്തില് അത് തിരിമറി കാണിച്ചാണേലും കുറെ കൂടെ ഉണ്ടാക്കാമെങ്കിൽ ഉണ്ടാക്കിയേക്കാം. ഈ കാഴ്ചപ്പാടിൽ പോകുന്നവര്, നമുക്ക് സമ്പത്തുണ്ടായേക്കാം, പക്ഷേ നമ്മുടെ ആത്മാവിന്റെ അവസ്ഥ, അങ്ങനെ ഉണ്ടാക്കിയ സമ്പത്തിന്റെ നടുവിൽ ജീവിക്കുന്നവര് അവരുടെ കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കത്തില്ല. അതാണ് വചനം നമ്മെ പഠിപ്പിക്കുക. ഈ മനുഷ്യന് കുറെ കഷ്ടപ്പാട്, ബുദ്ധിമുട്ടൊക്കെ വന്നെങ്കിലും, കുറച്ച് പട്ടിണിയൊക്കെ കിടക്കേണ്ടി വന്നെങ്കിലും നമ്മൾ കാണുകയാണ് അവന്റെ ഐശ്വര്യം ദൈവം പുനഃസ്ഥാപിച്ചു. ജോബിന്റെ ഐശ്വര്യം ദൈവം പുനഃസ്ഥാപിച്ചു. തോബിത്തിന്റെ ഐശ്വര്യം ദൈവം പുനഃസ്ഥാപിച്ചു. ഇതെല്ലാം ബൈബിളിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. പറയുന്നുണ്ട് ഈ മനോഭാവം, തോബിത്തിന്റെ ആ കുടുംബാംഗങ്ങളുടെ മനോഭാവം, അത് നമ്മൾ ഏറ്റെടുക്കുന്നത് നല്ലതാണ്. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തോബിത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, തോബിയാസിന്റെ കൂടെ സഹായിക്കാമെന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. കൂലിക്കാരനാന്നും പറഞ്ഞാ കൊണ്ടുപോയത്. പക്ഷേ അവസാനം ആ വ്യക്തി സ്വയം വെളിപ്പെടുത്തി, ഞാന് കൂലി മേടിക്കാൻ വേണ്ടി നിന്റെ കൂടെ വന്നതല്ല, കർത്താവ് എന്നോട് പറഞ്ഞു പോയി അവനെ സഹായിക്കുക. എന്റെ കാരണം പറഞ്ഞ എന്താണെന്നറിയോ? നീ ആ പങ്കുവെക്കാൻ മനസ്സ് കാണിച്ചപ്പോൾ നിന്റെ ദൈവം അത് കണ്ടു. നീയേ ചന്തയിൽ ഒരു ഡെഡ് ബോഡി കിടന്നപ്പോ നീ ഓടിപ്പോയിട്ട് നീ അത് മറവ് ചെയ്യാൻ പരിശ്രമിച്ചില്ലേ? അത് കഴിഞ്ഞപ്പോഴാണല്ലോ നിനക്ക് കണ്ണിന്റെ കാഴ്ച പോയതും ഒരുപാട് ദുരിതങ്ങളൊക്കെ വന്നത്. എന്നിട്ട് അതെല്ലാം നീ ശാന്തമായിട്ട് എടുത്തു. അതുകൊണ്ട് കർത്താവ് എന്നോട് പറഞ്ഞു പോയി സഹായിക്ക. ഞാൻ അതുകൊണ്ട് വന്നല്ല, നിങ്ങളുടെ കൂലിക്ക് വേണ്ടി വന്നല്ല, എനിക്ക് ഒരു കൂലിയും വേണ്ടേ, പ്ലീസ്. ദൈവം വിട്ടതുകൊണ്ട് ഞാൻ വന്ന. നിങ്ങള് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുക, അതാണ് പറഞ്ഞത്. ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുക. കൂലി കൊടുക്കുന്ന കാര്യം വന്നപ്പം അപ്പനും മകനോട് ഒരു ഡിസ്കഷൻ ഉണ്ടായി. മകൻ വന്നിട്ട് അപ്പനോട് ചോദിക്കുക, അപ്പ എന്നാ കൊടുക്കണം? നമുക്കിപ്പോ അവിടെ ചെന്നപ്പോഴത്തേക്കും കുറച്ച് സമ്പത്ത് കിട്ടി, ഇതില് എന്ത് കൊടുക്കണം? ഒരു ദിവസം എത്ര വെച്ച് കൊടുക്കണം? അപ്പം പറഞ്ഞൊരു കാര്യം അവിടെ ഉണ്ട് കേട്ടോ, കിട്ടിയതിന്റെ പകുതിയിൽ വേണമെങ്കിൽ കൊടുത്തോ. നമുക്ക് ഒരു തക്ക സമയത്ത് ഒരു സഹായം ലഭിച്ചതല്ലേ, അതുകൊണ്ട് പകുതി വേണമെങ്കിൽ പകുതി. കണ്ടോ ഉദാരത. നമ്മളാണ് എങ്ങനെയെങ്കിലും അർഹിക്കുന്നതിനേക്കാൾ 5 രൂപ കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അതിന് വർത്തമാനം പറഞ്ഞു കുറയ്ക്കാൻ നോക്കും. ഇവിടെ നമ്മൾ കാണുകയാണ്, ഈ മനുഷ്യൻ ഒരുപാട് ഉണ്ടായിട്ടല്ല, ദാരിദ്ര്യം പട്ടിണിയായിരുന്നു. അപ്പോഴാണ് കുറച്ച് പൈസ കൈവശം വന്നത്. അതിന്റെ പകുതി കൊടുക്കണമെങ്കിൽ കൊടുക്ക. ഇതുപോലത്തെ മനോഭാവമൊക്കെ എന്നായിരിക്കും നമുക്കുണ്ടാകുക? അതാണ് തോബിത്തിന്റെ കുടുംബത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുക. 4-മതൊരു കുടുംബത്തെ എടുക്കാൻ പറ്റും, മനോവയും ഭാര്യയും. ന്യായാധിപന്മാർ 13-ാം അധ്യായം ഒന്ന് വായിച്ചാൽ മതി.
ന്യായാധിപന്മാർ 13-ാം അധ്യായം. ഇവർ രണ്ടുപേർക്കും മക്കളില്ലായിരുന്നു. അതിന്റെ പേരിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി നോക്കുകയല്ല ചെയ്ത്. നമ്മൾ കാണുകയാണ്, അവര് രണ്ടുപേരും ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒരാൾക്ക് ദൈവത്തിന്റെ ഒരു സന്ദർശനം ഉണ്ടായി, സന്ദേശം കിട്ടി, നിങ്ങൾക്കൊരു ആൺകുഞ്ഞ് ജനിക്കും. ആ കുഞ്ഞ് ശക്തനായിരിക്കേണ്ടതിന് വീഞ്ഞോ ലഹരിപാനീയങ്ങളോ തൊട്ടുപോകരുത്. ഒരുപക്ഷെ കള്ളു കുടിക്കുന്നത് മനോവയായിരുന്നിരിക്കാം, ഭാര്യയല്ല. മെസ്സേജ് കിട്ടിയത് ഭാര്യയ്ക്ക്. ഇനി ഈ ഭാര്യ വന്ന് ഭർത്താവിൻ്റെ അടുത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഭർത്താവ് അത് വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു ദൂതൻ വന്നു, സന്ദേശം കൊടുത്തു, അത് വിശ്വസിച്ചു. മറ്റേ ചില ഭർത്താക്കന്മാരാണ് പറഞ്ഞത്, എനിക്ക് പണ്ട് മുതലേ ഒരു സംശയം ഉണ്ടായിരുന്നു, നിന്റെ ആണി ഒരെണ്ണം ലൂസാണോ എന്ന്. ഇതൊക്കെ നിന്റെ വിഭ്രാന്തി മൂലം നിനക്ക് തോന്നുന്നതാണെന്ന് ആർക്കറിയാം? ഭർത്താവ് ഭാര്യ പറഞ്ഞത് വിശ്വസിച്ച് ഏറ്റെടുത്ത്, അങ്ങനെ അവര് വിശുദ്ധിയിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന കാണാൻ പറ്റും. ആ കുഞ്ഞിന് അതിൻ്റെതായിട്ടുള്ള നന്മയുണ്ടായിരുന്നു. ഇവിടെ പിള്ളേർക്ക് നമ്മൾ ആഗ്രഹിച്ച ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞ് പരാതി പറയുമ്പോൾ ആദ്യം ഒന്ന് ചിന്തിക്കണം, ഈ പിള്ളേര് ക്വാളിറ്റി ഉള്ളതുപോലെ അത് ഉണ്ടാകാവുന്ന രീതിയിലാണോ ഉണ്ടായത്? നമ്മൾ പ്രാർത്ഥിച്ച് പരസ്പരം സ്നേഹിച്ച് വിശുദ്ധി കാത്തു സൂക്ഷിച്ച് അതിൽ നിന്നുണ്ടായ കുഞ്ഞാണോ നമ്മുടെ കുഞ്ഞ്? ഇല്ലെങ്കിൽ എന്ത് ക്വാളിറ്റി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? എന്നിട്ട് നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവര് ഭാര്യയും ഭർത്താവും നല്ലപോലെ വില കൊടുത്തു. അങ്ങനെ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധിയിൽ തങ്ങളുടെ ജീവിതം കാത്തു സൂക്ഷിച്ച് ആ കുടുംബം വിശുദ്ധിയിൽ അവര് കാത്തു സൂക്ഷിച്ചിട്ട് ആ കുടുംബത്തുണ്ടായ കൊച്ചിന്റെ ആ ക്വാളിറ്റി, ഗുണമേന്മ അത് നമ്മൾ അറിയേണ്ടതാണ്. 5-ാമത്തെ കുടുംബം മാതൃക നൽകിയ കുടുംബമാണ് എൽക്കാന ഹന്ന. എൽക്കാനയുടെയും ഹന്നയുടെയും കുടുംബം. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒന്ന് ഹന്ന, രണ്ടാമത്തേത് പെനീന്ന. പെനീന്നയ്ക്ക് വർഷാവർഷം പിള്ളേരുണ്ടാവും, ഹന്നായിക്ക് മക്കളില്ല. അപ്പൊ അതുകൊണ്ട് പെനീന്ന ഓരോ പ്രാവശ്യം ഗർഭം ധരിച്ച് കൊച്ചിനെ പ്രസവിക്കുമ്പോഴും ഹന്നായുടെ മനസ്സ് തളർന്നുകൊണ്ടിരിക്കുക. മാത്രമല്ല പെനീന്ന ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇവളെ കുത്തി നോവിപ്പിക്കുന്ന രംഗം. അതുകൊണ്ട് മുഖം മാടി വളരെ വേദനയോടെ ഇരിക്കുന്ന ഹന്നായെ കാണാൻ സാധിക്കും. പക്ഷേ ഭർത്താവ് അവളുടെ അടുത്ത് വന്ന് പറയുന്ന ഒരു കാര്യം, ഇന്നത്തെ ഭർത്താക്കന്മാരൊക്കെ ഇങ്ങനെയൊന്ന് ഭാര്യയെ കണ്ടിരുന്നെങ്കിൽ. ഭർത്താവ് വന്ന് എൽക്കാന ഈ ഹന്നായോട് ചോദിക്കുകയാണ്, ഹന്ന, നിന്റെ മുഖം വാടിയിരിക്കുന്ന എന്ത്? നിനക്കെനിക്ക് സന്താനം നൽകാൻ കഴിയാതെ പോയത് കൊണ്ടല്ലേ, നീ വന്നിയായത് കൊണ്ടല്ലേ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? ഹന്ന, നിനക്കറിയത്തില്ലേ, നീ എനിക്ക് 10 ആൺമക്കളെക്കാൾ ഉപരിയാണെന്ന്. നീ എനിക്ക് 10 ആൺമക്കളെ തന്നിരുന്നെങ്കിൽ ആ 10 ആൺമക്കൾക്ക് ഞാൻ വില കൽപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ വില ഞാൻ കൽപ്പിക്കുന്ന നിനക്കല്ലേ? നീല ഭർത്താക്കന്മാരാണെങ്കിൽ അവർ പറയും, അത് എനിക്ക് നിന്നോട് ദേഷ്യം, എനിക്ക് നിന്നെ കാണുന്നത് തന്നെ അരിശ, ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോവാ. എന്നാ കാരണം? നിന്റെ പാത്രം ശരിയല്ല, ഗർഭപാത്രം. നിനക്ക് സന്താനം ഉണ്ടാകുന്നില്ല, കൊച്ചുണ്ടാകാത്തത് കൊണ്ട് എനിക്ക് നിന്നെ കാണുന്നത് തന്നെ ദേഷ്യമാണ്. വേറെ ചിലര് ഇനി നല്ല മാത്രമുള്ളവരെ അന്വേഷിച്ച് പോയെന്നും വരും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാണോ ദാമ്പത്യ വിശ്വസ്തത? ദാമ്പത്യ വിശ്വസ്തത എന്ന് പറഞ്ഞാൽ ജീവിത പങ്കാളിക്ക് എന്തെല്ലാം വേദനകൾ ബുദ്ധിമുട്ടുകൾ വന്നാലും അവരുടെ കൂടെ നിൽക്കണം. അങ്ങനെ നിന്ന ഒരു വ്യക്തിയാണ് എൽക്കാന എന്ന് ഈ വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇത് 5 കുടുംബങ്ങൾ, മാതൃക നൽകിയ കുടുംബങ്ങൾ. ഇങ്ങനത്തെ ഗണത്തിൽ പെടാൻ നമ്മുടെ കുടുംബം പെടാനായിട്ടൊന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. അറിയാവുന്ന മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് നമ്മൾ ഇച്ചിരി ത്യാഗമൊക്കെ എടുത്ത് നമ്മൾ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ കുറെ കുടുംബങ്ങൾ രക്ഷപ്പെടും. കുടുംബങ്ങൾ രക്ഷപ്പെടുമ്പോൾ ലോകം രക്ഷപ്പെടും. അടുത്തത് നമുക്കൊരു 5 കുടുംബങ്ങൾ, ദുർമാതൃക നൽകിയ കുടുംബങ്ങളെ കുറിച്ച് ചിന്തിക്കാം. ഇങ്ങനെയുള്ള കുടുംബങ്ങളുടെ അടുത്തോട്ട് പോലും നമ്മുടെ കുടുംബം പോകരുത്. അതിനൊന്ന് ശ്രദ്ധിക്കുന്ന, ഏതെങ്കിലും കുഴി ചാടിക്കഴിഞ്ഞിട്ട് അയ്യോ ചാടിയല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ വ്യസനിച്ചിരിക്കുന്നതല്ല.
ചാടാതിരിക്കാൻ നമ്മൾ പ്രിക്കോഷൻ എടുക്കണം, മുൻകരുതൽ എടുക്കണം. അതെന്തൊക്കെയാണെന്ന് ഈ കുടുംബങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു കാരണവശാലും നമ്മുടെ കുടുംബത്തിൽ സ്ഥാനം കൊടുക്കരുത്. ഒന്നാമത്തെ കുടുംബം അബിമലക്കിന്റെ കുടുംബം. അബിമലക്ക്, നിങ്ങൾ ന്യായാധിപന്മാർ 9-ാം അധ്യായം ആദ്യ വചനങ്ങൾ വായിച്ചാണ്. ജെറുബാലിന്റെ കുടുംബത്തിലെ 70 പേരെ ഒരു കല്ലേൽ വെച്ച് അവരുടെ തല വെട്ടിമാറ്റിയവനാണ് അബിമലക്ക്. എന്തിനു വേണ്ടിയാ? രാജാവാകാൻ. രാജപദവിക്ക് വേണ്ടി സ്വന്തം കുടുംബത്തിലുള്ളവരെ പോലും കൊല ചെയ്തവനാണ് അബിമലക്ക്. അവൻ രാജാവാകാൻ പറ്റി. പക്ഷെ നമ്മൾ കാണുന്നുണ്ട് അതിനുശേഷം അവന്റെ മരണം എങ്ങനെയായിരുന്നു. ഒരു സ്ത്രീ തിരികല്ലുമ്പുള്ള അവന്റെ തലയോട്ടിനടുത്ത് അടിച്ച് തലയോട് പൊട്ടി അവൻ അങ്ങനെ കിടക്കുമ്പോഴത്തേക്കും പരിതാപകരമായ അവസ്ഥയിൽ കിടക്കുമ്പോൾ അവൻ പറഞ്ഞു, ഈ സ്ത്രീ എന്നെ കൊല്ലുന്നതിനേക്കാൾ നല്ലത് അവൾ എന്നെ കൊന്നെന്ന് വരുത്താതിരിക്കാൻ വേണ്ടി അംഗരക്ഷകനോട് പറഞ്ഞു, വാടാ ഊരി നിന്റെ വാള്, എന്നിട്ട് എന്റെ തല വെട്ടി മാറ്റ്. ആദ്യം അവനൊന്ന് ഭയപ്പെട്ടെങ്കിലും രാജാവ് കൽപ്പിച്ചതനുസരിച്ച് അവൻ വാളൂരി അവന്റെ തല വെട്ടി മാറ്റി. ഈ തിരിമറിയെല്ലാം കാണിച്ച്, ഈ ക്രൂരതയെല്ലാം കാണിച്ച് ഒരു രാജാവായിട്ട് എങ്ങനെയിരുന്നു അതിന്റെ അവസാനം? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു സ്വാർത്ഥത, ക്രൂരത അത് നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ കുടുംബത്തിലോ ഉണ്ടാകരുത്. അങ്ങനെ ചെയ്തിട്ടുള്ള നേട്ടം വേണ്ട, പദവി വേണ്ട എന്ന് പറയാനുള്ള ആ മനസ്സ് നമുക്കുണ്ടാകണം. രണ്ടാമത്തെ ഒരു കുടുംബമാണ് ഏലിയും മക്കളും. 1 സാമുവേൽ 2-ാം അധ്യായം വായിച്ചാൽ മതി. ഈ അധ്യായം ഇവിടുന്ന് മുമ്പോട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഏലിയും മക്കളും നല്ല പൊസിഷനിൽ കഴിഞ്ഞിരുന്നവരാണ്. ഏലിയും മക്കളും അവര് പുരോഹിത വംശം, അവർക്ക് അവരുടേതായിട്ടുള്ള അംശം ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കാണുകയാണ് ഏലിയും മക്കൾക്കും അത് പോരാ. അത്യാഗ്രഹം അത് വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ഷെയർ, ദൈവത്തിന്റെ അംശം കൂടി അവർക്ക് വേണം. അതിൽ ആർത്തിയോടെ നോക്കിയിരുന്നെന്ന് ആ വചനം പറയുക. അതുകൊണ്ട് നമ്മൾ ഈ ആർത്തി കയറിയ വലിയ പ്രശ്നമാവും. ആർത്തി കയറിയാൽ ദൈവത്തെ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. ആർത്തി പൂണ്ടവർക്ക് ദൈവത്തെ സമ്പത്തായിട്ട് കാണാൻ പറ്റിയെന്ന് വരില്ല. ഇങ്ങനെ സംഭവിച്ചതിന്റെ ഫലമായിട്ട് ഈ അധ്യായം വായിച്ചാൽ കാണാൻ സാധിക്കും. അവസാനം ഏലിക്കും മക്കൾക്കും സംഭവിച്ചത് കൊടും പട്ടിണി, ദാരിദ്ര്യം. ഒരു റൊട്ടി മേടിക്കാനും ഇച്ചിരി വെള്ളം മേടിക്കാനും ഉള്ള സഹായം അഭ്യർത്ഥിച്ചിങ്ങനെ എരന്ന് നടക്കുക മറ്റുള്ളവരുടെ മുമ്പിൽ. സഹായം അഭ്യർത്ഥിച്ചു. എങ്ങനെ കഴിഞ്ഞിരുന്ന കുടുംബമാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടി വരുമായിരുന്നോ? അവര് ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുത്തിട്ട് അവരുടെ ഷെയർ കൊണ്ട് അവര് സംതൃപ്തരായി ജീവിച്ചെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു. പിന്നീട് നമ്മൾ കാണുകയാണ്, ഈ ഏലിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്വന്തം മക്കൾക്ക് തെറ്റുപറ്റിയെന്ന് കണ്ടിട്ട് അവരെ തിരുത്താൻ അവൻ തയ്യാറായില്ല. ഒരുപാട് മാതാപിതാക്കളുണ്ട് അവരുടെ മനസ്സിലിരിക്കുന്നത്, പിള്ളേരെ തിരുത്തി അവരെ എങ്ങാനും പോയി ആത്മഹത്യ ചെയ്തെങ്കിലോ, വേണ്ട വേണ്ട, പിന്നെ അതിന്റെ വിഷമം മനസ്സിൽ കിടക്കും. ഏലി സ്വന്തം മക്കൾക്ക് തെറ്റുപറ്റിയിട്ട് അവരെ തിരുത്തിയില്ല. നിങ്ങള് എസെക്കിയേൽ 3:17 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സ്വന്തം മക്കളാണെങ്കിൽ തെറ്റ് ചെയ്താൽ അത് തെറ്റാണ്, നീ അത് തെറ്റാണെന്ന് പറയണം, അവരെ തിരുത്തണം. നീ തിരുത്തിയാൽ ചിലപ്പോ അവര് അതൊന്നും അംഗീകരിച്ചെന്ന് വരില്ലായിരിക്കും. വേണ്ട, നിന്റെ ഭാഗം ക്ലിയറായി. അവർക്കൊരു നാശം വന്നാലും നിന്നെ ഞാൻ അതിന് ഉത്തരവാദിയാക്കില്ല. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എസെക്കിയേൽ 3:17 മുതൽ വായിച്ചാൽ മതി. ഏലി ഈ ഒരു കടമ നിറവേറ്റാതിരുന്നപ്പോൾ അവന് സംഭവിച്ചത് എന്താ? അവനങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അവന് ഇത് കട്ടളപ്പടിയുടെ അവിടെ നിൽക്കായിരുന്നു. അവന് ഈ കർത്താവിന്റെ സാക്ഷി കൂടാരം വരുന്ന സമയത്ത് അവന് പുറകോട്ട് മറിഞ്ഞു വീണിട്ട് അവന്റെ പെടലി ഒടിഞ്ഞ് മരിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെടലി ഒടിഞ്ഞു നോക്കിയാൽ ഇവർക്കൊക്കെ ഉണ്ടായത് ദാരുണമായ അന്ത്യം. കാരണം എന്തായിരുന്നു? ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കുടുംബത്തിന് കൊടുത്ത് അങ്ങനെ ദൈവത്തെ ആദരിച്ച് ജീവിക്കാതിരുന്നതുകൊണ്ട്. 2-ാം അധ്യായത്തിന്റെ 1 സാമുവേൽ 2:30 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്,
എന്നെ ആദരിക്കുന്നവരെ ഞാൻ ആദരിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിക്കപ്പെടും. അത് ഞാനാണേലും എൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങളാണേലും ദൈവത്തെ ആദരിക്കുന്നവരാണെങ്കിൽ ദൈവം നമ്മെ ആദരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ദൈവത്തെ നിന്ദിച്ചാൽ നാം നിന്ദിക്കപ്പെടും എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. മറ്റൊരു കുടുംബം നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ആഹാബും ജെസബലും. അവരുടെ അന്ത്യവും പരിതാപകരമായിരുന്നു. ഈ ആഹാബ് സ്പിരിറ്റ്, ജെസബൽ സ്പിരിറ്റ് എന്ന പേരിലുള്ള ചില ദുരാത്മാക്കളുണ്ട്. അത് ഈ ആഹാബിന്റെയും ജെസബലിന്റെയും സ്വഭാവത്തിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. അതിന്റെ വെളിച്ചത്തിലാണ് ഇവർക്ക് ഈ പേര് കൊടുത്തിരിക്കുന്നത്. ആഹാബിന്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയോ? സെക്സിന് വേണ്ടി എന്തും ചെയ്യും. നീ ദുരാത്മാവ് കയറിയിരിക്കുന്ന വ്യക്തികളുണ്ട്, ലൈംഗിക സുഖത്തിന് വേണ്ടി എന്തുമാത്രം വേണേലും വാരി കൊടുക്കും. പക്ഷെ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ പട്ടിണി കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു മനസ്സലിവും ഉണ്ടാകത്തില്ല. അവരൊന്നും ഈ മനുഷ്യനിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. ലൈംഗിക സുഖത്തിന് വേണ്ടിയാണെങ്കിൽ വാരി വാരി കൊടുക്കും. ചെല്ലു പോയിട്ട് അങ്ങനെയുള്ള ചില ട്രാപ്പിൽപ്പെട്ടിട്ട് ലക്ഷങ്ങൾ കൈവശം ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ജെസബലിന്റെ പ്രത്യേകത എന്നാണെന്നറിയോ? ജെസബൽ ഈ ലൈംഗികത പ്രൊജക്റ്റ് ചെയ്ത് അതിങ്ങനെ ഉയർത്തി കാണിച്ച്, അല്ലെങ്കിൽ അത് പറഞ്ഞ് ആകർഷിച്ച് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ നോക്കുമായിരുന്നു. പ്രിയപ്പെട്ടവർ, ഇങ്ങനെയുള്ള ദുരാത്മാക്കൾ നമ്മളെ നയിക്കരുത്. നയിച്ചാൽ ആഹാബിനും ജെസബലിനും ഉണ്ടായത് എന്താണെന്നറിയോ? ആഹാബിന്റെ അന്ത്യം, അവന് ഒരു രഥത്തെ നിന്നപ്പോഴത്തേക്കാണ്, ആരാണ്ട് ചുമ്മാ തമാശന് ഒരു അമ്പ് പോലെയാണ് അത് വന്നിട്ട് കറക്റ്റ് അവന്റെ പടച്ചട്ടയുടെ ജോയിന്റെ കൊണ്ടിട്ട് അത് പേദിച്ചകത്തോട്ട് കയറിയിട്ട് അവന്റെ ചങ്ക് മുറിഞ്ഞ് രക്തം വാർന്ന് അവൻ അവിടെ മരിച്ചു. അവനെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. ഇനി ജെസബലിന്റെ അന്ത്യം കേട്ട് കഴിഞ്ഞാൽ പേടിയാവും. അവളെ മുകളിലത്തെ നിലയെന്നെടുത്ത് താഴേക്ക് എറിയാൻ പറഞ്ഞപ്പോഴത്തേക്കും അംഗരക്ഷകർ പോലും അത് ചെയ്തു. അവളെ എടുത്തെറിഞ്ഞു. അവളുടെ രക്തം ചുമരിൽ മേലും തറയിൽ മേലും ഇങ്ങനെ ചിതറിക്കിടന്നു എന്നാ പറഞ്ഞ്. എന്നിട്ട് പറയാണ്, അവളുടെ മാംസം നായ്കൾ ഭക്ഷിച്ചു. കുതിര വന്ന് അവളുടെ ശരീരം ചവിട്ടി തേച്ച് അവസാനം അടക്കാൻ ആകപ്പാടെ ഉണ്ടായിരുന്നത് തലയോട്ടിയും പിന്നെ കുതിര നോക്കിയിട്ട് പൊട്ടാതിരുന്ന ചില അസ്ഥികൾ മാത്രം. പ്രിയപ്പെട്ടവര്, നമ്മള് ക്രിസ്തീയ കുടുംബത്തിൽപ്പെട്ടവരാണെന്നുള്ള കാര്യം മറക്കരുത്. ക്രിസ്തീയ കുടുംബത്തിന് അതിൻ്റെ മുഖമുദ്രയായിട്ട് നിൽക്കേണ്ടത് ദുഷ്ടതയൊന്നുമല്ല, സ്നേഹം. സ്നേഹം, കുടുംബാംഗങ്ങളോടുള്ള കരുതൽ, കുടുംബത്തിലെ കുടുംബാംഗങ്ങളുടെ ഐക്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു ക്രിസ്തീയ കുടുംബത്തിന് പ്രധാനപ്പെട്ടത്. മറ്റൊരു കുടുംബമാണ് ഹാമാനും ഭാര്യയും. ഹാമാൻ, നിങ്ങള് എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വചനം എടുത്താൽ, മൊർദെക്കായി മുട്ടുമടക്കി ഇവനെ ആരാധിക്കാതിരുന്നപ്പോൾ ഹാമാൻ ക്രുദ്ധനായി, ക്രോധം ജ്വലിച്ചു. മൊർദെക്കായി പറയുന്നുണ്ട്, എനിക്ക് നാണക്കേട് കൊണ്ടോ എൻ്റെ അഹങ്കാരം കൊണ്ടോ അല്ല, പക്ഷെ എനിക്കൊരു ബോധ്യമുണ്ട്, മുട്ടുമടക്കി ആരാധിക്കേണ്ടത് ദൈവത്തെയാണ്, മനുഷ്യരെ അല്ല. അതുകൊണ്ടാണ് ഹാമാൻ ഇത് ആവശ്യപ്പെട്ടപ്പോഴും ഞാനത് ചെയ്യാതിരുന്നത്. മുമ്പോട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഹാമാന് പ്രതികാര ദാഹം കയറി. അവസാനം അവനും ഭാര്യയും വേറെ ചില ആൾക്കാരോട് ഇരുന്ന് ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും അവരെടുത്തൊരു തീരുമാനമാണ്, ഒരു കാര്യം ചെയ്യും, ഒരു കഴുമരം ഉണ്ടാക്കാം, 50 മുഴം ഉയർന്നു നിൽക്കുന്ന കഴുമരം. ആർക്ക് വേണ്ടിയാണെന്നറിയോ? മൊർദെക്കായിക്ക് വേണ്ടി. പക്ഷേ മൊർദെക്കായി ദൈവത്തോട് പ്രാർത്ഥിച്ചു, എസ്തേർ ദൈവത്തോട് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായിട്ട് രാജാവ് ഹാമാന്റെ തിരിമറികളെല്ലാം കണ്ടുപിടിച്ച് അവസാനം രാജാവ് പറയുന്നൊരു കാര്യമുണ്ട്, ഹാമാൻ മൊർദെക്കായിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു കഴുമരം അവിടെ ഇരിപ്പുണ്ടല്ലോ, അവനെ കൊണ്ട് അവിടെ തൂക്കാൻ പറഞ്ഞു. മൊർദെക്കായിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച ആ കഴുമരത്തിൽ ഹാമാനെ തൂക്കിയിടുന്നത് കാണാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബം ഈ തെറ്റുകളും പാപങ്ങളും ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് നിലകൊള്ളേണ്ട കുടുംബങ്ങളല്ല. അവസാനമായിട്ട് ഒരു കുടുംബം കൂടി കാണുന്നത് നല്ലതാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അനനിയാസും സഫീറയും എവിടെയാ? അപ്പോസ്തല പ്രവർത്തനം 5 വായിച്ചാൽ
അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അനനിയാസും സഫീറയും. അവിടെ നമ്മൾ കാണുകയാണ് രണ്ടുപേരും ഒറ്റക്കെട്ടായിട്ട് നിന്നു. എന്തിനായിരുന്നു? പ്രാർത്ഥിക്കാനാണോ? സുവിശേഷ വേല ചെയ്യാനാണോ? ഒന്നുമല്ല. ഇവർ ഒറ്റക്കെട്ടായിട്ട് നിന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ? ഒരു പാപകരമായ കാര്യം ചെയ്യാൻ. രണ്ടുപേരൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഒരു തീരുമാനം എടുത്ത് നമ്മുടെ സ്ഥലം വിൽക്കുമ്പം ഒരു ഭാഗം മാറ്റിവെക്കാം, ആരോടും പറയണ്ട. എന്നിട്ട് ബാക്കി കൊണ്ടുപോയി പത്രോസിന്റെ കരങ്ങളിൽ കൊടുക്കാം. അങ്ങനെ അവർ കൊണ്ടുവന്നപ്പോഴത്തേക്കും പത്രോസ് ചോദിക്കുന്നുണ്ട്, അനനിയാസേ, നീ ഇവിടെ കൊണ്ടുവന്ന ഈ തുക തന്നെയാണോ സ്ഥലം വിറ്റപ്പോ കിട്ടിയത്? അതെ. പിന്നെ മറുപടിയായിട്ട് പത്രോസ് പറഞ്ഞ എന്താ? പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാൻ മാത്രം നിനക്ക് ധൈര്യമുണ്ടായല്ലോ. ഇത് പറഞ്ഞു തീർന്നത് അനനിയാസ് അവിടെ വീണ് മരിച്ചു. കാറ്റത്ത് മാങ്ങാപ്പഴം വീഴുമ്പോൾ എത്ര എളുപ്പമായിരുന്നു. അവൻ വീണ് മരിച്ചു. ഇനി സഫീറ വന്നപ്പോഴ് സഫീറയോട് ചോദിച്ചു. അവള് പറഞ്ഞു, അതിന് ഞങ്ങളെ വിശ്വാസമൊന്നും ഇല്ലേ, ഇതാണ് കിട്ടിയത്. മറുപടിയായിട്ട് പത്രോസ് പറഞ്ഞത്, നിന്റെ ഭർത്താവിനെ അടക്കിയവരുടെ അവർ തിരിച്ചു വരുന്നതിന്റെ കാലച്ച കേൾക്കുന്നുണ്ട്, നിനക്കും ആ കൂടെ പോകാം. രണ്ടാമത്തെ ശവടക്ക് അവള് വീണ് മരിച്ച് അവളെയും കൊണ്ടുപോകുന്നത് കാണാൻ പറ്റും. തിന്മയ്ക്ക് ഒറ്റക്കെട്ടായി കൂട്ടുനിന്ന് അങ്ങനെ ഒരു തിന്മ പ്രവർത്തിച്ചപ്പോൾ വന്നത് കൊണ്ടോ അവരുടെ അന്ത്യം എങ്ങനെയായിരുന്നെന്ന്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബത്തില് സത്യസന്ധത വളരെ പ്രധാനപ്പെട്ട. കുടുംബാംഗങ്ങള്, നിങ്ങള് വാ തുറന്ന സത്യം മാത്രമേ പറയാവുള്ളൂ എന്ന് പൗലോസ്ലീഹയും പറഞ്ഞിട്ടുള്ള. കുടുംബത്തിൽ പറയപ്പെടേണ്ടത് സത്യമാണ്, നുണയല്ല. സത്യമാണ് കുടുംബത്തിൽ പറയപ്പെടേണ്ടത്. നിങ്ങളുടെ കുടുംബാംഗങ്ങളോട്, നിങ്ങളുടെ സഹോദരങ്ങളോട് സത്യം മാത്രമേ പറയാവൂ. എഫേസ്യസ് 4:25 മുതൽ വായിച്ചു. പറയുണ്ട് സത്യം, അതിനാണ് നമ്മുടെ കുടുംബത്തിൽ സ്ഥാനമുണ്ടാകേണ്ടത്. അസഭ്യത്തിനല്ല. നല്ല നല്ല ഹൃദ്യമായ വാക്കുകള് കേൾക്കുന്നവർക്ക് പ്രചോദനം നൽകുന്ന രീതിയിലുള്ള സംസാരങ്ങളും വാക്പ്രയോഗങ്ങളും നമുക്കുണ്ടാകണം. ഇതൊക്കെയാണ് നമ്മുടെ കുടുംബത്തിൽ നടമാടുന്നത് എങ്കില് നമ്മുടെയൊക്കെ കുടുംബത്തിന്റെ അന്തരീക്ഷം എങ്ങനെ ഇരുന്നേനെ? എന്തുമാത്രം അനുഗ്രഹങ്ങള് നമ്മുടെ ജീവിതത്തിലേക്ക് വരാമായിരുന്നതാണ്.